അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഡിസ്കൗണ്ട് എന്നുള്ള ചാപ്റ്റർ ആണ്. ഇപ്പൊ പ്രോഫിറ്റ് എന്താന്ന് പറയും, അതുപോലെ ലോസ്, ഡിസ്കൗണ്ട്, അതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. എങ്ങനെയാണ് പ്രോഫിറ്റ് പെർസെന്റേജും ലോസ് പെർസെന്റേജും ഒക്കെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്, ഒന്ന് കോസ്റ്റ് പ്രൈസ്, ഒന്ന് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് നമ്മൾ സി പി എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ സെല്ലിംഗ് പ്രൈസ് അതിനെ എസ് പി എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. ഇനി എന്താണ് ഈ കോസ്റ്റ് പ്രൈസ്? നമ്മളൊരു സാധനം വാങ്ങുന്ന വില ഉണ്ടാവുമല്ലേ, വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന വിലയാണ് ഈ കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസോ അത് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വില. ഓക്കെ, വിൽക്കുന്ന വില. അപ്പൊ എപ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുക? എപ്പോഴായിരിക്കും? വിൽക്കണ വില കൂടുതലാവുമ്പോൾ ലാഭം കിട്ടുക. അപ്പൊ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? ലാഭം ഉണ്ടാവും അല്ലെ? ഇനി അതുപോലെ തന്നെ നേരെ തിരിച്ചാണെങ്കിലോ, കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ നഷ്ടമായിരിക്കും ഉണ്ടാവുക. നമ്മൾ വാങ്ങിയ വില വിറ്റ വിലനേക്കാളും കൂടുതലാണ്, വിറ്റ വില കുറച്ചാണ്, അങ്ങനെയാണെങ്കിൽ ലോസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോഫിറ്റിനെ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ലോസിനെ എൽ എന്നും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതാണ് കൂടുതൽ? പ്രോഫിറ്റ് ഉള്ള സമയത്ത് സെല്ലിംഗ് പ്രൈസ് ആണ് കൂടുതൽ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് കൂടുതലാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് നിന്ന് കോസ്റ്റ് പ്രൈസ് കുറക്കുക. ഇപ്പൊ പ്രോഫിറ്റ് കിട്ടാൻ സെല്ലിംഗ് പ്രൈസ് നിന്ന് കോസ്റ്റ് പ്രൈസ് കുറച്ചാൽ മതി. ഇനി ലോസ് കിട്ടണമെങ്കിലോ, ലോസ് ഉള്ള സമയത്ത് എന്താ കൂടുതൽ? കോസ്റ്റ് പ്രൈസ് ആണ് കൂടുതൽ. അപ്പൊ കോസ്റ്റ് പ്രൈസ് നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറക്കുക. ഓക്കെ, കോസ്റ്റ് പ്രൈസ് നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ ലോസും കിട്ടും. ഓക്കെ, അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്താന്ന് പറഞ്ഞു, സെല്ലിംഗ് പ്രൈസ് എന്താന്ന് പറഞ്ഞു, പ്രോഫിറ്റും ലോസും എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേം ആണ്, നമ്മളിപ്പോ ലാഭം കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞു. ലാഭത്തിന്റെ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, എത്ര ശതമാനം ലാഭം? പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കുക. ഓക്കെ, പ്രോഫിറ്റ് പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100 ആണ്. ഓക്കെ, പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. ഇനി ലോസ് പെർസെന്റേജോ, ലോസ് ബൈ സി പി, രണ്ടിനും ഡിവൈഡർ ബൈ സി പി എന്നാണ്, ഇൻറ്റു 100. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ, ഈ രണ്ട് ഇക്വേഷൻ. ലാഭത്തിന്റെ ശതമാനം കണ്ടുപിടിക്കുന്നതും നഷ്ടത്തിന്റെ ശതമാനം കണ്ടുപിടിക്കുന്നതും, പ്രോഫിറ്റ് പെർസെന്റേജും ലോസ് പെർസെന്റേജും. ഓക്കെ, അത് നമ്മൾ പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം നഷ്ടം എന്നാണ്, അതുകൊണ്ടാണ് അടിയിൽ സി പി വരുന്നത്. നമുക്കൊരു 10% നഷ്ടം കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കോസ്റ്റ് പ്രൈസിന്റെ 10% നഷ്ടം ഉണ്ടായിന്ന്. ഇനി 10% ലാഭം എന്ന് പറഞ്ഞാലോ, എന്താണോ കോസ്റ്റ് പ്രൈസ് അതിന്റെ 10%ആണ് അവിടെ ലാഭം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് പ്രോഫിറ്റ് പെർസെന്റേജും ലോസ് പെർസെന്റേജും കണ്ടുപിടിക്കാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നു, അതിൽ പറയാണ് പ്രോഫിറ്റ് പെർസെന്റേജിനെ കുറിച്ച് പറഞ്ഞേക്കാണ്. 25% പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞിരിക്കട്ടെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എന്നിട്ട് പറയാണ് 25% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 25%ന്റെ ഫ്രാക്ഷൻ എന്താണ്? 25%ന്റെ ഫ്രാക്ഷൻ 1/4 എന്നല്ലേ? 25/100 ചെയ്യുമ്പോൾ കിട്ടുകയാണ് ഈ 1/4. ഓക്കെ, അപ്പൊ 25%ന്റെ ഫ്രാക്ഷൻ 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഫ്രാക്ഷനിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അവിടെ വരുന്ന ഡിനോമിനേറ്റർ എന്തായിരിക്കും? സി പി ആയിരിക്കും. ഓക്കെ, ന്യൂമറേറ്റർ പ്രോഫിറ്റ് ആയിരിക്കും. സി പി 4 യൂണിറ്റും പ്രോഫിറ്റ് 1 യൂണിറ്റും. ഓക്കെ, സി പി എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ആണ്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എസ് പി എന്താ? ലാഭമുള്ള കേസാണ്. ലാഭമുള്ള കേസാണെങ്കിൽ എന്താണോ കോസ്റ്റ് പ്രൈസ് അതിലോട്ട് പ്രോഫിറ്റ് കൂട്ടിയാൽ പോരെ? ഓക്കെ, നമ്മൾ കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും കൂട്ടിയാൽ കിട്ടണമായിരിക്കും സെല്ലിംഗ് പ്രൈസ്. ഇപ്പൊ 4 + 1 5 യൂണിറ്റ് ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കും. ഇനി ഒരു ലോസ് പെർസെന്റേജ് തന്നിക്കാണ് ക്വസ്റ്റ്യനിൽ. വേറെ എക്സാമ്പിൾ പറയാം. ലോസ് പെർസെന്റേജ് ഒരു 20% എന്ന് പറഞ്ഞു. 20% ലോസ് ഉണ്ടായി എന്ന് പറഞ്ഞു. ഇത് 20%ന്റെ ഫ്രാക്ഷൻ 1/5 അല്ലേ? അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ അപ്പോഴും സി പി തന്നെയാണ്, ന്യൂമറേറ്റർ എന്തായിരിക്കും? ന്യൂമറേറ്റർ ലോസ് ആയിരിക്കും ഈ കേസിൽ. ഇനി അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്ര യൂണിറ്റാ വരിക? സെല്ലിംഗ് പ്രൈസ് എത്ര യൂണിറ്റ് വരും? കോസ്റ്റ് പ്രൈസ് ലോസ് കുറച്ചാ കിട്ടണാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന്റെ കേസിൽ കോസ്റ്റ് പ്രൈസ് അല്ലേ കൂടുതൽ?
അപ്പൊ കോസ്റ്റ് പ്രൈസ് 5 യൂണിറ്റ്, ലോസ് 1 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ എസ് പി എത്ര യൂണിറ്റ് ആയിരിക്കും? 5 മൈനസ് 1 4 യൂണിറ്റ് ആയിരിക്കും. 4 യൂണിറ്റ് ആയിരിക്കും എസ് പി ഈ കേസിൽ. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of cost price and the selling price is 5:6. The gain percent is. ഓക്കെ, ഒരു സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസിന്റെയും സെല്ലിംഗ് പ്രൈസിന്റെയും റേഷ്യോ 5:6 ആണെങ്കിൽ അവിടെ ഗെയിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് തന്നെ, പ്രോഫിറ്റ് പെർസെന്റ് എത്ര വരുന്നത്? അപ്പൊ ഒന്നുമില്ല, റേഷ്യോ സി പിയുടെയും എസ് പിയുടെയും റേഷ്യോ എന്താണ്? 5:6 ആണ്. ഓക്കെ, 5:6 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? കോസ്റ്റ് പ്രൈസ് എത്ര യൂണിറ്റ് ആണ്? 5 യൂണിറ്റ്. സെല്ലിംഗ് പ്രൈസ് 6 യൂണിറ്റ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് അല്ലേ പ്രോഫിറ്റ്? പ്രോഫിറ്റ് എത്ര യൂണിറ്റാ? പ്രോഫിറ്റ് ഇവിടെ 1 യൂണിറ്റ് ആണ്. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100 എന്നാണ്. പ്രോഫിറ്റ് 1 യൂണിറ്റ് ആണ്, സി പി 5 യൂണിറ്റ് ആണ്, ഇൻറ്റു 100. 1/5 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 20% അല്ലേ? അപ്പൊ 20% ആയിരിക്കും ഗെയിൻ പെർസെന്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ടോയ്സ് ആർ bought at rupees 5 each and sold at rupees 4.50 each, then the loss percent is. അപ്പൊ ടോയ്സ് വാങ്ങിയ എത്ര രൂപക്കാണ്? ₹5 ഈച്ച്. വാങ്ങിയെന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് അപ്പൊ 5 ആണ്. ഇനി വിൽക്കണത് 4.50, അതായത് 4.5-ക്കാണ്. അപ്പൊ എസ് പി എത്രയാണ്? 4.5 ആണ്. അപ്പൊ ഇവിടെ നഷ്ടല്ലേ? സി പി ആണ് കൂടുതൽ, നഷ്ടമാണ്. അപ്പൊ നഷ്ടത്തിന്റെ ശതമാനം ചോദിച്ചത്. നഷ്ടം എത്രയാണ്? സി പി മൈനസ് എസ് പി, 5 മൈനസ് 4.5, 0.5 ആണ്. നഷ്ടത്തിന്റെ ശതമാനം ഫോർമുല എന്താ? ലോസ് ബൈ സി പി ഇൻറ്റു 100 ആണ്. ലോസ് 0.5 ബൈ സി പി 5 ഇൻറ്റു 100 എത്ര വരിക? 50/5 എന്നായില്ലേ? 50/5 10% എന്ന് കിട്ടും. അപ്പൊ 10%ആണ് ഇവിടെ നഷ്ടം. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 3. A man buys a cycle for ₹1400 and sells it at a loss of 15%. What is the selling price of the cycle? Okay, സൈക്കിളിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ത് വരുന്നു? ഓക്കെ, അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് അറിയാം, അതുപോലെ നഷ്ടത്തിന്റെ ശതമാനം അറിയാം. നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം. ഈ 15% നഷ്ടം എന്നല്ലേ പറഞ്ഞത്? 15%ത്തിന്റെ ഫ്രാക്ഷൻ എന്താ? അതായത് 15/100 ചെയ്യണം. 15/100 ചെയ്യുമ്പോൾ 3 വെച്ച് കട്ട് ചെയ്യാൻ, 5 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ 3/20 എന്ന് കിട്ടും. അപ്പൊ ഫ്രാക്ഷൻ 3/20 ആണ്. ഓക്കെ, അപ്പൊ ഇത് ലോസ് പെർസെന്റേജ് ആണ്. അപ്പൊ ന്യൂമറേറ്ററിലുള്ള 3 എന്തായിരിക്കും? 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലോസ് ആണ്. ഡിനോമിനേറ്ററിലെ 20 എന്താണ്? സി പി ആണ് അല്ലെ? 20 യൂണിറ്റ് സി പി ആണ്. അങ്ങനെയാണെങ്കിൽ ലോസ് 3 യൂണിറ്റ്, സി പി 20 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ എസ് പി എത്ര യൂണിറ്റ് ആയിരിക്കും? കോസ്റ്റ് പ്രൈസ് ലോസ് കുറച്ചാ കിട്ടണല്ലേ എസ് പി അല്ലെ? എസ് പി കുറവായിരിക്കും നഷ്ടം ഉണ്ടാവുമ്പോ. അപ്പൊ 20 - 3 17 യൂണിറ്റ് ആണ് എന്ത്? എസ് പി. നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഈ 1400 അത് കോസ്റ്റ് പ്രൈസ് ആണ്, സി പി ആണ്. ഓക്കെ, അപ്പൊ 20 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1400 ആണ്. ഓക്കെ, സി പി 20 യൂണിറ്റ് ആണ്, അത് 1400 രൂപയാണ്. അപ്പൊ 1 യൂണിറ്റ് എന്തായിരിക്കും? 1400/20. ഓക്കെ, 1 യൂണിറ്റ് 70 എന്നാ കിട്ടുന്നത്. 1 യൂണിറ്റ് 70 എന്ന് കിട്ടും. 1 യൂണിറ്റ് 70 ആണെങ്കിൽ വേണ്ടത് എന്താ? സെല്ലിംഗ് പ്രൈസ് അല്ലേ? അത് 17 യൂണിറ്റ് അല്ലേ? 1 യൂണിറ്റ് 70 ആണെങ്കിൽ 17 യൂണിറ്റ് എന്താ? 17 × 70 ഏതായിരിക്കും ആൻസർ? 17 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 17 × 70 ചെയ്യാം, 1190. 1 യൂണിറ്റിന്റെ വാല്യൂ എന്താണോ അതിനെ 17 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 1190 റുപ്പീസ് എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 4. On selling an article for ₹651, there is a loss of 7%. The cost price of that article is. Okay, ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്തു? 651 രൂപക്ക് സെല് ചെയ്തു. അപ്പൊ 7% നഷ്ടം ഉണ്ടായി എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്താ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാണ്? ചെയ്യുന്ന വേറൊരു രീതിയാണ്.
ഇവിടെ സി പി 100 യൂണിറ്റ് എടുത്തു. സി പി 100 രൂപയല്ല, ജസ്റ്റ് 100 യൂണിറ്റ് ആണെന്ന് കൺസിഡർ ചെയ്തു. 100 യൂണിറ്റ്, ഒരു യൂണിറ്റ് എത്രയും നമുക്കറിയില്ല. സി പി 100 യൂണിറ്റ് ആണ്. അപ്പൊ 7% നഷ്ടം ഉണ്ടായെങ്കിൽ, അതായത് കോസ്റ്റ് പ്രൈസിന്റെ 7% നഷ്ടം ഉണ്ടായി എന്നാണ് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് ഇവിടെ ഇപ്പൊ 100 യൂണിറ്റ് എടുത്തുക്കുന്നത്. 100 യൂണിറ്റിന്റെ 7% എന്ന് പറഞ്ഞാൽ 7 തന്നെയല്ലേ? അപ്പൊ 7ആണ് നഷ്ടം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര യൂണിറ്റ് ആയിരിക്കും? കോസ്റ്റ് പ്രൈസ് 100 യൂണിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 100ന്ന് നഷ്ടം 7ആണ്, 7 യൂണിറ്റ് ആണ്. അപ്പൊ 7 കുറച്ചാൽ 93 യൂണിറ്റിന് കിട്ടും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയണത് അത് വിറ്റത് 651 രൂപക്കാന്നാണ്. അപ്പൊ ഈ 93 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആക്ച്വൽ പ്രൈസ് എത്രയാണ്? 651 ആണ്. അപ്പൊ ഒരു യൂണിറ്റ് എത്ര കിട്ടും? 651/93. ഓക്കെ, ആൻസർ കറക്റ്റ് 7 എന്ന് കിട്ടും. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 7 റുപ്പീസ് ആണ്. നമുക്ക് കോസ്റ്റ് പ്രൈസ് അല്ലേ വേണ്ടത്? കോസ്റ്റ് പ്രൈസ് 100 യൂണിറ്റ് അല്ലേ? ഒരു യൂണിറ്റ് 7 രൂപയാണെങ്കിൽ 100 യൂണിറ്റ് എന്താ? 100 യൂണിറ്റ്, ഒരു യൂണിറ്റിന്റെ വാല്യൂ ഇൻറ്റു 700 റുപ്പീസ് എന്ന് കിട്ടില്ലേ? അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. Ajay sold an article for ₹84 at a loss of 30%. If he sells the same article at ₹120, then what will be his profit or loss percentage? ഓക്കെ, അപ്പൊ എന്താ പറയണത്? അജയ് 84 രൂപക്ക് ഒരു ആർട്ടിക്കിൾ സെൽ ചെയ്തു. അപ്പൊ 30% നഷ്ടം സംഭവിച്ചു എന്നാണ് പറയണത്. ഇനി അതേ ആർട്ടിക്കിൾ 120 സെൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടത്തിന്റെ ശതമാനമൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ആദ്യം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. ഓക്കെ, 84-ന് വിറ്റ സമയത്ത് 30% നഷ്ടം ഉണ്ടായി. ഈ 30%ത്തിന്റെ ഫ്രാക്ഷൻ എന്താണ്? 3/10 അല്ലേ? 30/100 3/10 എന്ന് കിട്ടും. ഇവിടെ നഷ്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 3 യൂണിറ്റ് ലോസ് ആണ്, 10 യൂണിറ്റ് ആണ് സി പി. നഷ്ടമുള്ള സമയത്ത് എസ് പി കുറവായിരിക്കും. അപ്പൊ 10-ന്ന് 3 പോയി കഴിഞ്ഞാൽ 7 യൂണിറ്റ് ആണ് എസ് പി. നമുക്ക് തന്നിട്ടുള്ള 84 അത് വിറ്റ പ്രൈസ് ആണ്, അതായത് സെല്ലിംഗ് പ്രൈസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 7 യൂണിറ്റ് എന്താണ്? 84 ആണ്, 84 രൂപയാണ്. അപ്പൊ ഒരു യൂണിറ്റ് എന്താണ്? 12 റുപ്പീസ് ആണ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് 10 യൂണിറ്റ് അല്ലേ? 12 എങ്ങനെ കിട്ടിയത്? 84/7 ചെയ്തപ്പോ കിട്ടിയട്ടോ 12. കോസ്റ്റ് പ്രൈസ് 10 യൂണിറ്റ് ആണ്. 10 യൂണിറ്റ് എന്തായിരിക്കും? ഒരു യൂണിറ്റ് 12 രൂപയാണെങ്കിൽ 10 യൂണിറ്റ് 12 × 10 120 റുപ്പീസ് എന്ന് കിട്ടും. അതായത് ആ ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് എന്ത് തന്നെയാണ്? 120 രൂപ തന്നെയാണ്. ഇനി ഇവർ ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കണത്? ഈ ആർട്ടിക്കിൾ 120 രൂപക്ക് സെൽ ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടത്തിന്റെ ശതമാനം. അപ്പൊ 120 രൂപക്ക് വാങ്ങിയ സാധനം തന്നെയാണ് ഇനി 120-ന് വിൽക്കാൻ പോണത്. 20 രൂപക്ക് വാങ്ങിയ സാധനം 120 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ അവിടെ ലാഭവും നഷ്ടമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആൻസർ എന്താ? നോ പ്രോഫിറ്റ് നോ ലോസ്. വാങ്ങി അതേ വിലക്ക് വിൽക്കുകയാണ്. അപ്പൊ ലാഭമില്ല നഷ്ടമില്ല. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. If the selling price of 50 articles is equal to the cost price of 42 articles, then what is the approximate loss or profit percentage? ഓക്കെ, അപ്പൊ 50 ആർട്ടിക്കിളിന്റെ എസ് പി, 50 ആർട്ടിക്കിളിന്റെ എസ് പി അത് എന്തിന് ഈക്വൽ ആണ്? 42 ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസിന് ഈക്വൽ എന്നാണ് ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറയണത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എസ് പി, ആ സി പി ഇപ്പുറം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എസ് പി ബൈ സി പി എന്നായി. ആ 50 അപ്പുറം പോകുമ്പോൾ 42/50 എന്നാവും. ഇങ്ങനെ വന്നില്ലേ? ഓക്കെ, അതായത് എസ് പി 42 യൂണിറ്റ്, സി പി 50 യൂണിറ്റ്. ഏതാ കൂടുതൽ? എസ് പി ആണോ സി പി ആണോ കൂടുതൽ? ഇവിടെ ഏതാ കൂടുതൽ? ഇവിടെ സി പി ആണ് കൂടുതൽ. സി പി കൂടുതലാണെന്ന് മനസ്സിലായി. സി പി കൂടുതലാണെങ്കിൽ പിന്നെ പ്രോഫിറ്റ് അല്ല ലോസ് ആണ്. അപ്പൊ ഓപ്ഷൻ ബിയോ അല്ലെങ്കിൽ ഡിയോ ആണ് ആൻസർ. ഓക്കെ, ഇനി പ്രോഫിറ്റ് സി പി 50 യൂണിറ്റും എസ് പി 42 യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ ലോസ് അല്ലേ? ലോസ് എത്ര യൂണിറ്റാ? ലോസ് എന്ന് പറഞ്ഞാൽ സി പി മൈനസ് എസ് പി. സി പി മൈനസ് എസ് പി എത്ര വരും? ലോസ് 8 യൂണിറ്റ് ആണ്. സി പി മൈനസ് എസ് പി 8 യൂണിറ്റ് ആണ് ലോസ്. ഓക്കെ, അപ്പോ ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കുക.
ലോസ് ബൈ സി പി ഇൻറ്റു 100. ഓക്കെ, ലോസ് 8, സി പി 50 ഇൻറ്റു 100. കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 8 ഇൻറ്റു 2 16% ആയിരിക്കും ലോസ് ഉണ്ടാവുക. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 16% ലോസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് പ്രൈസ് ഓഫ് 27 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 18 ആർട്ടിക്കിൾസ്. ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ്. ഓക്കെ, അപ്പൊ 27 ആർട്ടിക്കിളിന്റെ സി പി എന്തിന് ഈക്വൽ ആണ്? 18 എണ്ണത്തിന്റെ എസ് പിക്ക് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ സി പി ബൈ എസ് പി ഇവിടെ എന്താ? എസ് പി ഇപ്പുറം വന്നു, 27 അപ്പുറം പോകും, അങ്ങനെ വരില്ലേ? അപ്പൊ ഇത് വേണമെങ്കിൽ 9 വെച്ച് കട്ട് ചെയ്യാം. അപ്പോ എന്ത് വരും? 2/3 എന്ന് വരും. 18 2 9, 27 3 9, അപ്പൊ 2/3. സി പി 2 യൂണിറ്റ്, എസ് പി 3 യൂണിറ്റ്. അപ്പൊ എസ് പി ആണ് കൂടുതൽ, അപ്പൊ ലാഭമാണ്. ഇനി പ്രോഫിറ്റ് ഇവിടെ എത്രയാണ്? എസ് പി മൈനസ് സി പി, അതല്ലേ ലാഭം അല്ലെ? അപ്പൊ 3 - 2 1 യൂണിറ്റ് ആണ് നമ്മളുടെ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇവിടെ 1 യൂണിറ്റ് ആയിരിക്കും. അപ്പൊ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. പ്രോഫിറ്റ് 1 യൂണിറ്റ് ആണ്, സി പി 2 യൂണിറ്റ് ആണ്, ഇൻറ്റു 100. ആൻസർ എന്ത് വരും? 50% എന്ന് വരും. 50% ഇവിടുത്തെ ലാഭത്തിന്റെ ശതമാനം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. A person sold an article at a loss of 16%. Had he sold it for rupees 660 more, he would have gained 8%. If the article is sold at rupees 3080, then how much profit percentage is gained? Okay. A person sold an article at a loss of 16% എന്ന്. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാം? സി പി ടൈപ്പ് ക്വസ്റ്റ്യനിൽ സി പി 100 യൂണിറ്റിന് എടുത്തു. സി പി 100 യൂണിറ്റിന് എടുത്തിട്ടുണ്ട്. ഇനി ആർട്ടിക്കിൾ ആദ്യം സെല് ചെയ്തത് 16% നഷ്ടത്തിനാണ്. അപ്പൊ 16% നഷ്ടത്തിന് എന്ന് പറയുമ്പോൾ എസ് പി എത്ര യൂണിറ്റ് ആയിരിക്കും? ഇപ്പൊ സി പി നമ്മൾ 100 യൂണിറ്റിന് എടുത്തു. അപ്പോ ആ 100ന്റെ 16% നഷ്ടം, സി പിയുടെ 16% നഷ്ടം. അപ്പൊ 16 നഷ്ടം വന്നു കഴിഞ്ഞാൽ വിറ്റത് എത്ര രൂപക്കായിരിക്കും? 84-നായിരിക്കില്ലേ? സി പിനേക്കാളും 16 കുറവായിട്ടായിരിക്കും വിറ്റുണ്ടാവുക. ഓക്കെ, ഇനി ഹാഡ് ഹി സോൾഡ് ഇറ്റ് ഫോർ 660 മോർ, അല്ലെ 660 രൂപ കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ 8% ഗെയിൻ കിട്ടുന്നു. അപ്പൊ 8%, ഇത് 16% നഷ്ടം കിട്ടുന്ന കേസാണ്. ഇനി 8% ഗെയിൻ ലാഭം കിട്ടണമെങ്കിൽ 100-നേക്കാളും 8% കൂടുതൽ. 100ന്റെ 8% 8 തന്നെയാണ്. അപ്പൊ 8 കൂടുതലായിരിക്കും. അതായത് പുതിയ എസ് പി എന്താണ്? ന്യൂ എസ് പി, സി പി 100 ആണെങ്കിൽ ന്യൂ എസ് പി 108 ആയിരിക്കും. അപ്പൊ എത്രയാണ് ഇവിടെ കൂടിയത്? ഇവിടെ കൂടിയ എത്ര യൂണിറ്റ് ആണ്? 84 എന്നുള്ളത് 108 ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂടിയത് 24 യൂണിറ്റ് അല്ലേ? 24 യൂണിറ്റ് ആണ് ഇൻക്രീസ് ഉണ്ടായത്. ആ 24 യൂണിറ്റിനെ കുറിച്ചാണ് 660 കൂടുതലും വിറ്റു എന്ന് പറയുന്നത്. അപ്പൊ 24 യൂണിറ്റ് എന്താണ്? 660 ആണ്. ഓക്കെ, 24 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 660 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? 660/24 എന്ന് കിട്ടും. ഓക്കെ, 660/24. അങ്ങനെയാണെങ്കിൽ ചെയ്യുമ്പോൾ എന്താ വരിക? 330/12. ഓക്കെ, 330/12 വീണ്ടും കട്ട് ചെയ്ത് 2 വെച്ച് കട്ട് ചെയ്താണ്. ഓക്കെ, ഇനി 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 165/6 എന്ന് വരും. ഓക്കെ, 165/6. ഇനി വേണമെങ്കിൽ 3 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും അല്ലെ? 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 55 എന്ന് വരും. 55/2 എന്ന് വരും. 55/2. ഓക്കെ, അപ്പൊ ഒരു യൂണിറ്റ് 55/2 ആണ്. അങ്ങനെയാണെങ്കിൽ സി പി എന്താ? സി പി 100 യൂണിറ്റ് അല്ലേ? 100 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ 55/2. അപ്പൊ 100 യൂണിറ്റ് എന്താ? 100 × 55/2. ഓക്കെ, എത്ര കിട്ടും? 2750 എന്ന് കിട്ടും. 2750. അപ്പൊ സി പി എന്താണ് ശരിക്ക്? സി പി 2750 ആണ്. നമ്മളോട് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഇനി ആ സാധനം 3080 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ എത്ര ശതമാനം ലാഭം കിട്ടുന്നതാണ്. അപ്പൊ എത്രയാണ് അവിടെ ലാഭം വന്നത്? ലാഭം വന്നത് സി പി 2750. ഇനി വിൽക്കാൻ പോണത് 3080-ന്. അപ്പൊ എത്രയാണ് ലാഭം? 250 + 80 330 അല്ലേ?
330 ലാഭം. അപ്പൊ എത്ര ശതമാനം ലാഭത്തിന്റെ ശതമാനം എന്തായിരിക്കും? 330 ലാഭം ബൈ CP 2750 ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, ഇതായിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇതെത്രയാണ്? ഇവിടെ 0 കട്ട് ചെയ്തു, 25 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 25 ഉണ്ട്. 275 11 ഉണ്ട് അല്ലെ? ഇനി 11ഉം 33 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 എന്ന് വരും. 3 ഇൻറ്റു 4 12% കിട്ടും. അപ്പൊ CP ഈ ക്വസ്റ്റ്യനിൽ 2750 2750 രൂപയുടെ സാധനം 3080 വിറ്റപ്പോൾ 12% ലാഭം ഉണ്ടായത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. On selling 17 balls at rupees 720, there is a loss equal to the cost price of 5 balls. The cost price of a ball is, okay, 17 ബാൾസ് 720 വിറ്റു. അപ്പൊ എന്താ സംഭവിച്ചത്? 5 ബാളിന്റെ കോസ്റ്റ് പ്രൈസ് നഷ്ടം വന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും സംഭവം? 17 വിറ്റപ്പോ 5 കോസ്റ്റ് പ്രൈസ് നഷ്ടം വന്നു. ഓക്കെ, അതായത് 17 വിറ്റപ്പോ കിട്ടിയത് എന്തായിരിക്കും? 12 കോസ്റ്റ് പ്രൈസ് മാത്രമായിരിക്കും. ഓക്കെ, 17 ബാൾ സെല് ചെയ്തപ്പോ 5 കോസ്റ്റ് പ്രൈസ് നഷ്ടം വന്നു പറയുകയാണെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും അവിടെ 12 കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഓക്കെ, ഈ 17 ബാള് വിറ്റത് എത്ര രൂപക്കാണ്? 720 അപ്പൊ 12 കോസ്റ്റ് പ്രൈസും എന്തായിരിക്കും? 720 ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പൊ 12 കോസ്റ്റ് പ്രൈസ് 720 അപ്പൊ ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്താ? 720/12, ആൻസർ 60 എന്ന് വരും, 60. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അപ്പൊ ആൻസർ. 60 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. A store sells a watch for a profit of 25% of its cost price. Then the percentage of profit against selling price is. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു സ്റ്റോർ ഒരു വാച്ച് സെല് ചെയ്യണത് കോസ്റ്റ് പ്രൈസിന്റെ 20% ലാഭത്തിനാണ്. ഓക്കെ, അപ്പൊ 25% ഇവിടെ ലാഭം. 25% ഫ്രാക്ഷൻ എന്താ? 1/4. ഓക്കെ, അപ്പൊ 1 യൂണിറ്റ് പ്രോഫിറ്റും 4 യൂണിറ്റ് കോസ്റ്റ് പ്രൈസും ആണ്. അപ്പൊ 5 യൂണിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണുള്ളത്. 5 യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ്, 4 യൂണിറ്റ് കോസ്റ്റ് പ്രൈസ്, 1 യൂണിറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ 25% അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കോസ്റ്റ് പ്രൈസിന്റെ തന്നെ നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് പ്രോഫിറ്റ് പെർസെന്റേജും ലോസ് പെർസെന്റേജ് ഒക്കെ. പക്ഷെ ഈ ചോദ്യത്തിൽ ചോദിക്കണത് എന്താണ്? ദെൻ ദ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് അഗെയിൻസ്റ്റ് സെല്ലിംഗ് പ്രൈസ്. ഈ സെല്ലിംഗ് പ്രൈസിന്റെ എത്ര ശതമാനമാണ് പ്രോഫിറ്റ് ശതമാനം വരിക എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് സെല്ലിംഗ് പ്രൈസിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഫോർമുല എന്താ പഠിച്ച ഫോർമുല? പ്രോഫിറ്റ് പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ മാത്രം, ഇപ്പൊ സെല്ലിംഗ് പ്രൈസിന്റെ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം ഫോർമുല ഒന്ന് മാറ്റം വരുത്തുക. ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സാധാരണ കേസിലൊക്കെ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നത് ഇങ്ങനെ തന്നെ വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഫോർമുല പ്രോഫിറ്റ് ബൈ SP ഇൻറ്റു 100. സെല്ലിംഗ് പ്രൈസിന്റെ എത്ര ശതമാനം ലാഭം എന്നുള്ള രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് കറക്റ്റ്. ഇനി ചോദിക്കുകയാണെങ്കിൽ മാത്രം സെല്ലിംഗ് പ്രൈസിന്റെ വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം അത് ഈ ഒരു ഫോർമുലയിലോട്ട് മാറിയാൽ മതി. അപ്പോ പ്രോഫിറ്റ് ഇവിടെ 1 യൂണിറ്റ് ആണ്, സെല്ലിംഗ് പ്രൈസ് 5 യൂണിറ്റ് ആണ്, ഇൻറ്റു 100. അപ്പൊ എത്ര വരിക? 20%. ഓക്കെ, കോസ്റ്റ് പ്രൈസിന്റെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 25% ഈ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ എത്ര ശതമാനം എന്ന രീതിയിലാണെങ്കിൽ 20% ആയിരിക്കും വരിക. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. A man gains 20% by selling an article for a certain price. If he sells it at double the price, the percentage of profit will be. Okay, അപ്പൊ ഒരു മാന് എന്ത് ചെയ്തു? 20% ലാഭം കിട്ടി ബൈ സെല്ലിങ് എ ആർട്ടിക്കിൾ അറ്റ് എ സർട്ടൈൻ പ്രൈസ്. ഓക്കെ, ഒരു ആർട്ടിക്കിൾ ഒരു സർട്ടൈൻ പ്രൈസിന് സെല് ചെയ്തപ്പോൾ 20% ലാഭം കിട്ടിയിട്ടുണ്ട്. ഇനി അയാൾ സെല് ചെയ്തത് ഡബിൾ ദ പ്രൈസിനാണെങ്കിൽ, എന്താണോ ആദ്യം സെല് ചെയ്ത പ്രൈസ് അതിന്റെ ഡബിളിനാണ് സെല് ചെയ്തെങ്കിൽ എത്ര ശതമാനം ലാഭം ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 20% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രാക്ഷൻ 1/5 അല്ലേ? 1 യൂണിറ്റ് പ്രോഫിറ്റ്. ഓക്കെ, 5 യൂണിറ്റ് CP. അപ്പൊ 5 + 1 6 യൂണിറ്റ് ആണ് SP.
അപ്പൊ 6 യൂണിറ്റ് ആയിരുന്നു SP. ഇനി നമുക്ക് എന്താ പറഞ്ഞത് ഇവിടെ? ആദ്യം എത്രക്കാണോ വിറ്റത് അതിന്റെ ഡബിളിന് വിറ്റു. അപ്പൊ 6ന്റെ ഡബിൾ 12 അല്ലേ? അപ്പൊ പുതിയ SP എന്താണ്? ന്യൂ SP 12 യൂണിറ്റ് ആണ്. 12 യൂണിറ്റ്. അപ്പൊ എത്ര ശതമാനം ലാഭം ഉണ്ടാവും എന്നാണ് ചോദ്യം. CP എന്തിനാണ്? CP മാറ്റില്ല. CP 5 യൂണിറ്റ്, പുതിയ SP 12 യൂണിറ്റ്. അപ്പൊ ലാഭം എത്രയാണ്? ലാഭം ഇവിടെ വരുന്നത് 7 യൂണിറ്റ് അല്ലേ? അല്ലെ? ലാഭം വരുന്നത് 7 യൂണിറ്റ് ആണ്. ഓക്കെ, ലാഭം വരുന്നത് 7 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? പ്രോഫിറ്റ് പേഴ്സണൽ വിളിക്കുക, പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 അല്ലേ? പ്രോഫിറ്റ് 7 യൂണിറ്റ്. ഓക്കെ, ഇനി CP വന്നിട്ടുള്ളത് 5 യൂണിറ്റ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ 7/5 ഇൻറ്റു 100 എന്ന് വരും. ആൻസർ എത്രയാ? 7/5 ഇൻറ്റു 100 140% വരും. 140%. ഓക്കെ, അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന SP 6 യൂണിറ്റ് ആണ്. SP ഡബിൾ ആയി എന്ന് പറഞ്ഞപ്പോൾ 12 യൂണിറ്റ് ആയി. അപ്പൊ CP 5ഉം SP 12ഉം ആണെങ്കിൽ ലാഭം 7 ആണ്. അപ്പൊ ലാഭം ബൈ CP ഇൻറ്റു 100, 7/5 ഇൻറ്റു 100 140% ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 12. If the price of if the profit of selling an article for rupees 425 is the same as the loss on selling it for rupees 355, then the cost price of the article is. Okay. അപ്പൊ ഒരു ആർട്ടിക്കിള് 425 രൂപക്ക് വിറ്റപ്പോൾ ഉണ്ടായ പ്രോഫിറ്റും അതേ ആർട്ടിക്കിള് 355 രൂപക്ക് വിറ്റപ്പോൾ ഉണ്ടായ ലോസും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ത് വരുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ 425 രൂപക്ക് വിറ്റപ്പോൾ ഉണ്ടായ പ്രോഫിറ്റും 355 വിറ്റപ്പോൾ ഉണ്ടായ ലോസും സെയിം ആണ്. അതായത് 355 വിറ്റപ്പോൾ ഉണ്ടായത് നഷ്ടവും 425 വിറ്റപ്പോൾ ഉണ്ടായത് ലാഭമൊന്നുമാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ കോസ്റ്റ് പ്രൈസ് ഇതിന്റെ ഇടക്കായിരിക്കില്ലേ? കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും 425, കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവായിരിക്കും 355. ഇനി ഇവിടുത്തെ ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഗ്യാപ്പാണ് ലോസ്. ഓക്കെ, ഇനി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലോ? ഇതാണ് പ്രോഫിറ്റ്. 425ഉം CP തമ്മിൽ ഡിഫറൻസ് പ്രോഫിറ്റ്, CPയും 355 തമ്മിൽ ഡിഫറൻസ് ലോസ്. ഇനി ഇവിടെ ഉള്ള ഈ പ്രോഫിറ്റും ലോസും സെയിം ആണെന്ന് പറഞ്ഞത് അല്ലെ? രണ്ടും സെയിം അല്ലേ? അപ്പൊ ഈ ലോസും പ്രോഫിറ്റ് ഒക്കെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ CP എന്തായിരിക്കും? ഇതിന്റെ കറക്റ്റ് സെൻട്രലായിരിക്കും. ഓക്കെ, ലോസും പ്രോഫിറ്റ് ഒക്കെ സെയിം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് കറക്റ്റ് സെൻട്രലായിരിക്കും, എന്നാലല്ലേ അത് സെയിം ആവുള്ളൂ. അപ്പൊ അങ്ങനെ കറക്റ്റ് സെൻട്രലാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂട്ടി ബൈ 2 ചെയ്താൽ മതി. കറക്റ്റ് മിഡിൽ വാല്യൂ കിട്ടണമെങ്കിൽ രണ്ടും ആയിട്ട് ബൈ 2 ചെയ്താൽ പോരെ? അപ്പൊ 355 പ്ലസ് 425 ബൈ 2. ഓക്കെ, ഇത് ചെയ്താൽ കിട്ടണമായിരിക്കും എന്ത്? ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ്. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 780 എന്ന് വരും. 780 ബൈ 2 390 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 390 അതാണ് കോസ്റ്റ് പ്രൈസ്, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആഡ് ചെയ്ത് ബൈ 2 ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ വരക്കണമെന്നില്ല, അത് മനസ്സിലാൻ വേണ്ടി വരച്ചതാണ്. ജസ്റ്റ് ആഡ് ചെയ്ത് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Question number 13. Oranges are bought at the rate of 10 for rupees 25 and sold at the rate of 9 for rupees 25. The profit percentage. Okay, അപ്പൊ ഓറഞ്ച് വാങ്ങിയത് 10 for rupees 25 ആണ്. ഓക്കെ, അതായത് ക്വാണ്ടിറ്റി. പക്ഷെ അതിക്ക് ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ട്, പ്രൈസ് ഉണ്ട്. ഓക്കെ, 10 ഓറഞ്ച് 25 രൂപക്ക് വാങ്ങി. അപ്പൊ ക്വാണ്ടിറ്റി 10 ആണ്, പ്രൈസ് 25 ആണ്. 10 ഓറഞ്ച് 25 രൂപക്ക് വാങ്ങി. ആ രൂപത്തിൽ വാങ്ങാം അല്ലെ? 10 എണ്ണത്തിന് 25 കൊടുക്കണം. അപ്പൊ 20 എണ്ണം വാങ്ങിക്കണമെങ്കിൽ 50 കൊടുക്കണം. 10 എണ്ണത്തിന് 25 എന്നുള്ള രീതിയിൽ വാങ്ങി. ഇനി അതിന്റെ സോൾഡ്, അത് വിൽക്കണ എങ്ങനെയാണ്? ഇപ്പൊ ഇത് ബൈ ചെയ്താണ് ആദ്യം പറഞ്ഞത്. ഇനി അത് വിൽക്കാൻ പോണത് 9 for rupees 25. ഓക്കെ, 9 ഓറഞ്ച് 25 എന്നുള്ള രീതിയിലാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ലാഭത്തിന്റെ ശതമാനമാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കേസിൽ ശ്രദ്ധിക്കാം. നമുക്കിതിപ്പോ ലാഭ നഷ്ടം എത്ര ശതമാനം കമ്പയർ ചെയ്യണമെങ്കിൽ ക്വാണ്ടിറ്റി സെയിം ആക്കണം. ഇവിടെ ഇപ്പൊ ക്വാണ്ടിറ്റി സെയിം അല്ലല്ലോ. ഇവിടെ 10ഉം ഇവിടെ 9 ആക്കാണ്. അപ്പൊ ക്വാണ്ടിറ്റി എങ്ങനെ സെയിം ആക്കുക? 10നെ ഇൻറ്റു 9 ചെയ്തു. ഓക്കെ, 9നെ ഇൻറ്റു 10ഉം ചെയ്തു. ഇപ്പൊ ക്വാണ്ടിറ്റി 90 സെയിം ആയില്ലേ? അപ്പൊ 10നെ ഇൻറ്റു 9 ചെയ്ത് കഴിഞ്ഞാൽ ആ 25നെ ഇൻറ്റു 9 ചെയ്യണം. ഞാൻ അടിയിൽ 9നെ ഇൻറ്റു 10 ചെയ്തുകൊണ്ട് 25നെ ഇൻറ്റു 10 ചെയ്യണം. ഇപ്പൊ ക്വാണ്ടിറ്റി ഇപ്പൊ സെയിം ആയി. നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ ഇവിടെ 225 എന്ന് വരും, ഇവിടെ 250 എന്ന് വരും. ഓക്കെ,
അപ്പൊ എന്താ ഇപ്പൊ മനസ്സിലായത്? 225 രൂപക്ക് വാങ്ങിയ സാധനം 250 രൂപക്ക് വിൽക്കുന്നു. അപ്പൊ ഇത് നമുക്ക് സി പി എന്ന് കൺസിഡർ ചെയ്യാം, ഇത് നമുക്ക് എസ് പി എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ലാഭമാണല്ലോ, ലാഭം എത്രയാണ്? 25 ബൈ സി പി ഇൻറ്റു 100. ലാഭത്തിന്റെ ശതമാനമാണ് വേണ്ടത്, ലാഭം ബൈ സി പി ഇൻറ്റു 100. 25 ഇൻറ്റു 9 ആണ് 225. അപ്പൊ 1/9 എന്ന് വരും. 1/9 ഇൻറ്റു 100 ആണ് അല്ലെ, 1/9 ഇൻറ്റു 100. ഈ 100/9 ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ് 11 അല്ലേ, അല്ലേ? അപ്പൊ 11 പോയിന്റ് സംതിങ് ആയിരിക്കും. ഇവിടെ ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, 11 1/9. കോഷ്യന്റ് 11 ആണ്, റിമൈൻഡർ 1 ആണ്, ബൈ 9 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതായിരിക്കും ആൻസർ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ 1/9 എന്നുള്ളതിന്റെ കറസ്പോണ്ടിങ് പെർസെന്റേജ് ആണ് കേട്ടോ. ഓക്കെ, അത് ബൈ ഹാർട്ട് പഠിച്ചാൽ നല്ലതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1/9 11 1/9% ആണ്. ഓക്കെ, യെസ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി സെയിം ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 14. എ പേഴ്സൺ ബൈസ് സം പെൻസിൽസ് അറ്റ് 5 for a rupee and sells them at 3 for a rupee. His gain percent will be. ഓക്കെ, ഒരു പേഴ്സൺ കുറച്ച് പെൻസിൽസ് വാങ്ങി 5 for a rupee. ഓക്കെ, എങ്ങനെ വാങ്ങിയത്? ബൈ ചെയ്തത് 5 for a rupee, അതുപോലെ സെല് ചെയ്യണത് 3 for a rupee. ഓക്കെ, അപ്പോ 5 എണ്ണം, ക്വാണ്ടിറ്റി 5 എണ്ണാണ്. എത്ര രൂപക്ക്? 1 രൂപക്ക്. ഓക്കെ, ക്വാണ്ടിറ്റിയും പ്രൈസും എഴുതുകയാണ്. ഇനി വിൽക്കണ സമയത്തോ 3 ക്വാണ്ടിറ്റി 1 രൂപക്ക്. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റി സെയിം ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാ? ക്വാണ്ടിറ്റി സെയിം ആക്കാൻ വേണ്ടിയിട്ട് 5നെ ഇൻറ്റു 3 ചെയ്തു, 3നെ ഇൻറ്റു 5ഉം ചെയ്തു. അപ്പൊ ക്വാണ്ടിറ്റി 15 15 സെയിം ആയില്ലേ? അപ്പൊ ഈ 1നെ ഇൻറ്റു 3 ചെയ്യാം, 3നെ ഇൻറ്റു 5, സോറി 1, മുകളിലെ 1നെ ഇൻറ്റു 3 ചെയ്യുക, അടിയത്തെ 1നെ ഇൻറ്റു 5 ചെയ്യുക. ഇവിടെ 3 5 എന്ന് വരും. അപ്പൊ ഈ 3 ആണ് എന്ത്? കോസ്റ്റ് പ്രൈസ് സെയിം ആക്കിയതിന് ശേഷം, സോറി, ആ ക്വാണ്ടിറ്റി സെയിം ആക്കിയതിന് ശേഷമുള്ള ബൈ ചെയ്ത പ്രൈസ് ആണ് നമ്മളുടെ കോസ്റ്റ് പ്രൈസ്. അപ്പൊ 3 ആണ് കോസ്റ്റ് പ്രൈസ്, 5 ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ലാഭം ഇവിടെ എത്ര വരിക? ലാഭം ഡിഫറൻസ് അല്ലേ? ഓക്കെ, ലാഭം 2 ആണ്. അപ്പൊ ലാഭത്തിന്റെ ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാഭത്തിന്റെ ശതമാനം എത്ര ആയിരിക്കും? പ്രോഫിറ്റ് പെർസെന്റേജ്. ലാഭം 2, ഓക്കെ, 3ന്റെ 5ന്റെ ഡിഫറൻസ്, ബൈ സി പി 3 ഇൻറ്റു 100. ലാഭം ബൈ സി പി ഇൻറ്റു 100. 2/3 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66.66 എന്ന് വരും, അല്ലെങ്കിൽ 63 2/3% എന്ന് വരും കേട്ടോ. 66.66 ഡെസിമൽ ചെയ്തുമ്പോൾ അങ്ങനെ ആയിരിക്കും, പക്ഷെ ഇവിടെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ 66 2/3%. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 15. Anil bought some articles at 6 for rupees 8 and sold them at 10 for rupees 12. His percentage loss or gain is. ഓക്കെ, അപ്പൊ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വാണ്ടിറ്റി, പ്രൈസ്. ബോട്ട് സം ആർട്ടിക്കിൾസ് അറ്റ് 6 for rupees 8. ഓക്കെ, 6 പ്രൈസ് 8 രൂപയാണ്. ഓക്കെ, ഇനി ആൻഡ് സോൾഡ് ദം അറ്റ് 10 for rupees 12. അപ്പൊ ക്വാണ്ടിറ്റി 10 ആണ്, പ്രൈസ് വരുന്നത് 12 ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ ക്വാണ്ടിറ്റി സെയിം ആക്കണം അല്ലെ? ക്വാണ്ടിറ്റി സെയിം ആക്കാം. 6ഉം 10ഉം അല്ലേ? 6നെയും 10നെയും സെയിം ആക്കാൻ 6ന്റെയും 10ന്റെയും LCM 30 അല്ലേ? 30 ആക്കാം. അപ്പൊ 6നെ ഇൻറ്റു 5 ചെയ്തു, 10നെ ഇൻറ്റു 3 ചെയ്തു, അപ്പൊ 2 30 ആയി. അപ്പൊ ഇവിടെ ഇൻറ്റു 5 ചെയ്യണം, ഇവിടെ ഇൻറ്റു 3 ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് 40 എന്ന് വരും, 40 രൂപ എന്നായി. ഇവിടെ 36 rupees എന്നായി. അപ്പൊ സി പി എത്രയാണ്? 40. എസ് പി എത്രയാ? 36. അപ്പൊ നഷ്ടാണ് അല്ലെ? എസ് പി കുറവല്ലേ? അപ്പൊ നഷ്ടാണെന്നുള്ള കാര്യം മനസ്സിലായി. നഷ്ടാണെങ്കിൽ ഓപ്ഷൻ ഏത് വരില്ല? സിയും ഡിയും വരില്ല, എയോ ബിയോ ആയിരിക്കും. ഇനി എത്ര ശതമാനം നഷ്ടം? വാങ്ങിയത് 40 രൂപക്ക്, വിൽക്കണത് 36 രൂപക്ക് അല്ലെ? ആ രൂപത്തിൽ വരുന്നത്. അപ്പൊ നഷ്ടം 4 രൂപയാണ്. ബൈ സി പി 40 ആണ് ഇൻറ്റു 100. ലോസ് ബൈ സി പി ഇൻറ്റു 100. ഇത് 1/10 അല്ലേ? 1/10 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 10%. അപ്പൊ 10% ആണ് എന്ത്? ലോസ്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 16. Anil bought 2 articles A and B at a total cost of rupees 10,000.
He sold the article A at a 15% profit and the article B at a 10% loss. In the whole deal, he made no profit, no loss. Find the selling price of article A. ഓക്കെ, അപ്പൊ അനിൽ എന്ത് ചെയ്തു? രണ്ട് ആർട്ടിക്കിൾ എയും ബിയും വാങ്ങി. വാങ്ങിയ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 10,000 ആണ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് 10,000 ആണ്. ഇനി he sold the article A at 15% profit. എ എന്നുള്ള ആർട്ടിക്കിൾ 15% ലാഭത്തിന് സെല് ചെയ്തു. ബി എന്നുള്ള ആർട്ടിക്കിൾ 10% ലോസിനും സെല് ചെയ്തു. ഓക്കെ, ഓവറോള് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്താ എന്റേതാണ് ചോദ്യം. ഓക്കെ, അപ്പോ എയുടെ കോസ്റ്റ് പ്രൈസ് ആണ് എ തന്നെ എടുക്കേണ്ടത്. എ എന്നുള്ളതിന്റെ കോസ്റ്റ് പ്രൈസ് എ, ബി എന്നുള്ളതിന്റെ കോസ്റ്റ് പ്രൈസ് ബി. അപ്പൊ എയും ബിയും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് 10,000 അല്ലേ ഈ ക്വസ്റ്റ്യനിൽ. ഇനി എ വിറ്റപ്പോ ലാഭം കിട്ടി 15%. അപ്പൊ എയുടെ കോസ്റ്റ് പ്രൈസ് എ ആണ്. അപ്പൊ എ വിറ്റപ്പോ കിട്ടിയ ലാഭം എത്രയായിരിക്കും? ആ കോസ്റ്റ് പ്രൈസിന്റെ 15%. 15% എങ്ങനെ ഓടിക്കുക? കോസ്റ്റ് പ്രൈസ് എ ആണ്, അതിന്റെ 15%, 15/100 × ചെയ്താ പോരെ. അപ്പൊ ഇതാണ് എ വിറ്റപ്പോ കിട്ടിയ ലാഭം. ഇനി ബി വിറ്റപ്പോ 10% നഷ്ടം ഉണ്ടായി. അതായത് ബിയുടെ കോസ്റ്റ് പ്രൈസ് ബി ആണ്, അതിന്റെ 10% നഷ്ടം ഉണ്ടായി എന്ന്. ഓക്കെ, അപ്പൊ ബിയുടെ 10% നഷ്ടം ഉണ്ടായത്. ഇനി ഓവറോൾ ഇത് രണ്ടും കൂടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. അപ്പൊ നോ പ്രോഫിറ്റ് നോ ലോസ് വരാനുള്ള കാരണം എന്താണ്? ആദ്യത്തെ ആർട്ടിക്കിൾ വിറ്റപ്പോ ഉണ്ടായ പ്രോഫിറ്റും രണ്ടാമത്തെ ആർട്ടിക്കിൾ വിറ്റപ്പോ കിട്ടിയ നഷ്ടവും സെയിം ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ആദ്യത്തെ ആർട്ടിക്കിൾ വിറ്റപ്പോ എത്ര ലാഭം കിട്ടിയോ അതേ നഷ്ടമായിരിക്കും രണ്ടാമത്തെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ രണ്ടും കൂടി ക്യാൻസൽ ആയി പോയിട്ടാണ് ഈ നോ പ്രോഫിറ്റ് നോ ലോസ് ആയത്. അപ്പൊ അത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ 100ഉം 100ഉം കട്ടായി പോയി. 15ഉം 10ഉം കട്ട് ചെയ്യുമ്പോൾ 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 2ഉം ഇവിടെ 3ഉം വരില്ലേ. അപ്പൊ 3A = 2B. എ ബൈ ബി എന്താണ്? 2/3 എന്നാണ് വരുന്നത്. എന്റെയും ബിന്റെയും റേഷ്യോ എന്താണ്? 2/3 ആണ്. അതായത് എ 2 യൂണിറ്റ്, ബി 3 യൂണിറ്റ്. അപ്പൊ എയും ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 യൂണിറ്റ്. 5 യൂണിറ്റിന്റെ വാല്യൂ ആണ് ഈ 10,000. അപ്പൊ ഒരു യൂണിറ്റ് എന്താ? 2,000. നമുക്ക് എയുടെ സെല്ലിംഗ് പ്രൈസ് ചോദിച്ചത്. അപ്പൊ എയുടെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? എയുടെ കോസ്റ്റ് പ്രൈസ് 2 യൂണിറ്റ് അല്ലേ. 2 യൂണിറ്റ് എന്താ? 4,000. ഓക്കെ, അപ്പൊ എയുടെ കോസ്റ്റ് പ്രൈസ് 4,000 ആണ്. എയുടെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം. എ വിറ്റപ്പോ 15% ലാഭം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ 4,000 ആണ് എയുടെ കോസ്റ്റ് പ്രൈസ്. അപ്പൊ ഈ 4,000ത്തിന്റെ 15% ലാഭം കിട്ടിയെന്നല്ല അർത്ഥം. എ വിറ്റപ്പോ എയുടെ കോസ്റ്റ് പ്രൈസ് എന്താണോ അതിന്റെ 15% ലാഭം കിട്ടി. ഇതിന്റെ 15% എന്താ? 2 0 കട്ടായപ്പോ 40 × 15 600 വരും. ഓക്കെ, അപ്പൊ എയുടെ കോസ്റ്റ് പ്രൈസ് 4,000. എ വിറ്റപ്പോ 600 രൂപ ലാഭം കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുടെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? എയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4,000 + 600, 4,600 ആയിരിക്കില്ലേ. അപ്പൊ ആൻസർ വരിക ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. By selling an article for ₹300, a person incurred a loss of 6.25%. What is his profit if it is sold for ₹352? ഓക്കെ, അപ്പോ 300 രൂപക്ക് ഒരു ആർട്ടിക്കിൾ സെല് ചെയ്തപ്പോ 6.25% നഷ്ടം സംഭവിച്ചു. ഈ 6.25% എന്താണ്? 6.25% അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/16 ആണ്. ഓക്കെ, 1/16 ആണ്. ഓക്കെ, 1/16 ആയിരിക്കും വരിക. 1/16ന്റെ കറസ്പോണ്ടിങ് പെർസെന്റേജ് ആണ് 6.25%. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ അതായത് ഈ 6.25%നെ ഫ്രാക്ഷൻ ആക്കിയതേ ഇത് ഒന്ന് പഠിച്ചിരിക്കുക. ഇനിയിപ്പോ അഥവാ കിട്ടാത്തതാണെങ്കിൽ ഇതിനെ ബൈ 100 ചെയ്യുമ്പോൾ കിട്ടണതാണ്. ഓക്കെ, ഇതിനെ ബൈ 100 ചെയ്തിട്ട് കിട്ടിയാണ്. ഓക്കെ, 1/16 എന്നുള്ളത്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ 625 ആ മുകളിൽ ഇൻറ്റു 100 ചെയ്തു, അങ്ങനെ ഡെസിമൽ പോയി. അടിയിലോ 2 0 കൂടി എക്സ്ട്രാ വരും. ഇൻറ്റു 100 ചെയ്തപ്പോൾ മുകളിലും അടിയിൽ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇതങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കുമ്പോൾ കിട്ടണമായിരിക്കും ഈ 1/16. ഓക്കെ, 1/16. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1/16 കിട്ടും.
കിട്ടും. അപ്പൊ ഇത് ചെയ്യാൻ നിൽക്കണ്ട, 6.25 പഠിക്കുക. 6.25 1/16 ആണല്ലോ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്താണ് ഇവിടെ നഷ്ടത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഒരു യൂണിറ്റ് ലോസ് ആണ്. 16 യൂണിറ്റ് സി പി ആണ്. നഷ്ടമാകുമ്പോൾ സി പിന്ന് ലോസ് കുറച്ചാൽ എസ് പി കിട്ടും. അപ്പൊ എസ് പി 15 യൂണിറ്റ് ആണ്. ഓക്കെ, എസ് പി 15 യൂണിറ്റ് ആയിരിക്കും. അപ്പൊ 15 യൂണിറ്റ് ആണ് എസ് പി. ഇവിടെ എസ് പി 300 എന്നാണ് പറയണത്. അപ്പൊ 15 യൂണിറ്റ് എന്താണ് 300 രൂപയാണ്. അപ്പൊ ഒരു യൂണിറ്റ് 20 രൂപയാണ് അല്ലെ, 300/15. അപ്പൊ അവിടുത്തെ സി പി 16 യൂണിറ്റ്. 16 യൂണിറ്റ് എന്താണ് 16 × 20 320 രൂപ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 320 റുപ്പീസ് ആണ് എന്ത് സി പി. ഓക്കെ, സി പി 320 രൂപയാണ്. ഇനി നമ്മളെ ചോദിക്കുന്നത് 320 രൂപയുടെ സാധനം എത്ര രൂപക്ക് വിൽക്കുക എന്ന് പറയുന്നത് 352 വിൽക്കുന്നുണ്ട്. അപ്പൊ എത്രയാണ് ലാഭം എന്നാണ്. ലാഭം എത്രയാണ്? ലാഭത്തിൽ ശതമാനം ലാഭം ചോദിച്ചോളൂ. ലാഭം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് അല്ലേ, 32 ആണ് അല്ലെ. ലാഭം കിട്ടിയിട്ടുണ്ടാവുക 32 ആയിരിക്കും. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. An article was sold for ₹500. If the selling price was 10% less, then the profit would be 12.5%. Find the cost price of this article. ഓക്കെ, അപ്പൊ ഒരു ആർട്ടിക്കിൾ 500 രൂപക്ക് സെല് ചെയ്തു. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് വാസ് 10% ലെസ്, ഇനി 10% ലെസ് ആയിരുന്നു സെല്ലിംഗ് പ്രൈസ് എങ്കിൽ 12.5% ലാഭമായി ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ 500 രൂപക്കാണ് ആദ്യം സെല് ചെയ്തത്. ഇനി സെല്ലിംഗ് പ്രൈസ് 10% കുറവ് എന്ന് പറഞ്ഞാൽ എന്താ, 500-നേക്കാളും 10% കുറവ്. 500-ന്റെ 10% 50 അല്ലേ, അപ്പൊ 50 കുറഞ്ഞാൽ 450 അല്ലേ കിട്ടുക. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 450 ആവണ കേസിൽ 12.5% ലോസ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 12.5% വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 12.5% ഫ്രാക്ഷൻ 1/8 ആണ്. ഓക്കെ, 12.5% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ 1/8 ആണ്. അപ്പോ 12.5% ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 യൂണിറ്റ് സി പിയും 1 യൂണിറ്റ് പ്രോഫിറ്റും ആയിരിക്കില്ലേ. അപ്പൊ 9 യൂണിറ്റ് അല്ലേ എസ് പി. അപ്പൊ ഈ 450 രൂപ എന്താ 9 യൂണിറ്റ് ആണ്. അപ്പൊ 1 യൂണിറ്റ് 50 റുപ്പീസ് ആണ്. 1 യൂണിറ്റ് 50 ആണെങ്കിൽ സി പി ഇവിടെ 8 യൂണിറ്റ് അല്ലേ, 8 യൂണിറ്റ് 400 രൂപയാണ്. ഓക്കെ, അപ്പൊ അവിടെ സി പി എന്താണ്, സി പി എന്ന് പറഞ്ഞാൽ 400 റുപ്പീസ് ആണ്. അതല്ലേ ചോദിച്ചത്. ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദിസ് ആർട്ടിക്കിൾ. ₹400 ആയിരിക്കും. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. Two articles are purchased on the same price. One is sold at a profit of 20%, while the other is sold at a loss of 10%. What is the total percentage of profit bar loss? ഓക്കെ, അപ്പോ രണ്ട് ആർട്ടിക്കിൾ സെയിം പ്രൈസിനാണ് വാങ്ങിയിട്ടുള്ളത്. അതായത് കോസ്റ്റ് പ്രൈസ് രണ്ട് ആർട്ടിക്കിളിന്റെയും എസ് പി സെയിം ആണ്. രണ്ട് ആർട്ടിക്കിളിന്റെയും എസ് പി എന്താണ്, സെയിം ആണ്. ഓക്കെ, ഇനി ഒരെണ്ണം വിറ്റപ്പോ 10% ലാഭം കിട്ടി. അടുത്തത് വിറ്റപ്പോ ആദ്യത്തെ വിറ്റപ്പോ 20% ലാഭം കിട്ടി. രണ്ടാമത്തെ വിറ്റപ്പോ 10% നഷ്ടം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റ് എന്നതാണ് ചോദ്യം. അപ്പൊ സി പി സെയിം ആവണ കേസിൽ, ഓക്കെ, കോസ്റ്റ് പ്രൈസ് സെയിം ആണെങ്കിൽ ഒരെണ്ണം വിറ്റപ്പോ X% പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അടുത്ത വിറ്റപ്പോ X% പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അങ്ങനെ ആ രീതിയിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി നമുക്ക്, ഇവിടെ അത് രണ്ടും ആഡ് ചെയ്ത് ബൈ 2 ചെയ്താൽ മതി. കോസ്റ്റ് പ്രൈസ് സെയിം ആവണ കേസിലാണ് കേട്ടോ. കോസ്റ്റ് പ്രൈസ് രണ്ടും സെയിം ആണെങ്കിൽ അവിടെ ഉണ്ടായ പ്രോഫിറ്റും രണ്ടിന്റെയും ലാഭം അല്ലെങ്കിൽ നഷ്ടത്തിന് ശതമാനം ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യുക. അപ്പൊ ഫോർമുല എന്തായിരിക്കും, X+Y/2. ഇത്ര ശതമാനമായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ എക്സ് എന്താണ്, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് സൈൻ എടുക്കണം, ലോസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈൻ എടുക്കണം. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ ഇവിടെ എന്തായിരിക്കും, ആദ്യത്തെ കേസിൽ 20% ലാഭമല്ലേ, അപ്പൊ എക്സിന് 20 എന്ന് കൊടുക്കുക. രണ്ടാമത്തത് 10% നഷ്ടം എന്നാണ്, അപ്പൊ 10 കൊടുത്തു കഴിഞ്ഞാൽ തെറ്റ് കിട്ടും. 10 -10 എന്ന് കൊടുക്കണം. ലോസ് ആണെങ്കിൽ നെഗറ്റീവ് സൈൻ ഇടണം. അപ്പൊ 20 + -10 എന്ന് പറഞ്ഞാൽ -10/2 എത്ര ശതമാനമായിരിക്കും, 10/2 5%. അപ്പൊ 5%, ഉത്തരം പോസിറ്റീവ് ആയതുകൊണ്ട് പ്രോഫിറ്റ്, ഇനി ഉത്തരം കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ലോസ്. അപ്പൊ 5% പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ
ബി ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 20. A shopkeeper sold 2 articles for the same price. On one, he gained 19%, and on other he lost 19%. What is the overall percentage gain or loss? ഓക്കെ, അപ്പൊ ഒരു ഷോപ്പ് കീപ്പർ സോൾഡ് 2 ആർട്ടിക്കിൾസ് ഫോർ സെയിം പ്രൈസ്. അപ്പൊ ഇവിടെ SP ആണ് സെയിം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് പ്രൈസ് ആയിരുന്നു സെയിം, ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ് സെയിം. ഓക്കെ, ഇനി ഒരെണ്ണം എങ്ങനെയാണ് X% ഗെയിൻ, അങ്ങനെ ആയിരിക്കും. ഒരെണ്ണം X% ലോസ് എന്നാണ്. ഒരെണ്ണം വിറ്റപ്പോ X% ലാഭം കിട്ടി, ഒരെണ്ണം വിറ്റപ്പോ X% നഷ്ടം വന്നു. ഈ രൂപത്തിലാണെങ്കിൽ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡയറക്റ്റ് ഒരു ഫോർമുലയാണ്. ഈ രൂപത്തിലാണെങ്കിൽ ഓവറോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ലോസ് ആയിരിക്കും. എത്ര ശതമാനം ലോസ് ആണ്? X²/100% ലോസ്. ഓക്കെ, 2 ആർട്ടിക്കിളിന്റെ സെല്ലിംഗ് പ്രൈസ് സെയിം, ഒരെണ്ണം വിറ്റപ്പോ X% ഗെയിൻ കിട്ടി, ഒരെണ്ണം വിറ്റപ്പോ X% ലോസ് കിട്ടി. ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടുത്തെ ഓവറോൾ എന്തായിരിക്കും? X²/100% ലോസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 19 ആണ് അല്ലെ? അപ്പൊ 19²/100% ലോസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. 19ന്റെ സ്ക്വയർ എന്താ? 361. 361/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.61. അപ്പൊ 3.61% ലോസ് ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരിക. ഓപ്ഷൻ ഡി. സോ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഡിസ്കൗണ്ട് എന്നുള്ള പാർട്ട് 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.